ആരെയോ തിരയുന്ന ഭാവമായിരുന്നു ലൂസിയുടെ ചലനങ്ങളിൽ. തിളങ്ങുന്ന വെയിലിൽ കടപ്പുറത്തെ മണൽ തരികളിലൂടെ തോളിൽ തൂക്കിയിട്ട വാനിറ്റി ബാഗുമായി ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അവർ നടന്നകന്നു. വൈകുന്നേരങ്ങളിൽ കുറെ കുട്ടികൾ അവർക്ക് ചുറ്റും കലപില ശബ്ദമുണ്ടാക്കുന്നു. ഇളം നിറങ്ങളിൽ കരനേരിയതാണ് സ്ഥിരം വേഷം. എണ്ണ തേച്ച് ഭംഗിയായി കെട്ടിയ മുടിയിൽ തുളസിക്കതിർ കാണാത്ത ദിവസങ്ങളില്ല. 50ഓടടുത്ത പ്രായം, നെറ്റിയിൽ പതിവായി ചന്ദനക്കുറി, കണ്ണുകളിൽ വറ്റിപ്പോയ സ്നേഹത്തിന്റെ വരൾച്ച, മുഖത്ത് പഴയ കാലത്തെ ഒരു പ്രൗഢിയുടെ തിളക്കം. അതായിരുന്നു ലൂസി. ശരിക്കും പറഞ്ഞാൽ ലൂസി എന്ന നഗരവേശ്യ. പലപ്പോഴും ഒരാൾ ഒറ്റയ്ക്കോ 2-3 ആളുകളായി വന്ന് കടപ്പുറത്തെ കാറ്റാടി മരങ്ങൾക്കിടയിൽ നിന്ന് ലൂസിയുമായി സംസാരിക്കുന്നത് പതിവായി കാണാറുണ്ട്. അങ്ങനെ ആ ഒരു ഒത്തുചേരലിന്റെ അവസാനത്തിൽ റോഡരികിൽ കാത്തിരുന്ന ഓട്ടോറിക്ഷയിലോ കാറിലോ കയറി അവരോടൊപ്പം ലൂസി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും അവർ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു പൊക്കിയും ആരെയൊക്കെയോ തേടുന്നത് പോലെ നമുക്ക് തോന്നും. മടങ്ങി വരുമ്പോൾ ചില ദിവസങ്ങളിൽ ലൂസിയുടെ വയറിലോ കഴുത്തിലോ മുതുകിലോ ചുവന്ന പാടുകൾ കാണാറുണ്ട്. അതൊരു പക്ഷേ നഖത്തിൻ്റെയോ പല്ലിൻ്റെയോ ആയിരിക്കാം. ക്രിസ്റ്റഫർ സാറാണ് അവരെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നത്. മനോരോഗ പഠനത്തിന്റെ ഭാഗമായി പ്രബന്ധം തയ്യാറാക്കേണ്ട അലച്ചിൽ സാർ കാണിച്ചു തന്ന ഒരു കച്ചിത്തുരുമ്പായിരുന്നു ലൂസി. പുലരുന്നത് മുതൽ സന്ധ്യ വരെ കടൽ തീരത്തെ കാറ്റേറ്റ് വർഷങ്ങളായി നടക്കുന്ന ലൂസി. കെട്ടുപിണഞ്ഞു കിടക്കുന്ന അവരുടെ മനസ്സിന്റെ അടിവേരുകൾ വേറിട്ടെടുക്കാൻ കഴിയണം. ഓർമ്മകളുടെ ആഴക്കടലിൽ ചെളിയടഞ്ഞ് തിരയിളക്കം നിന്ന് പോയ ഞരമ്പുകൾ പുനർജനിപ്പിക്കണം. അന്വേഷണങ്ങളുടെ ഭാഗമായി തനിക്ക് കിട്ടിയ അറിവുകൾ ക്രിസ്റ്റഫർ സാറിന് അയച്ചു കൊടുത്തു. വത്സല എന്നായിരുന്നു ലൂസിയുടെ യഥാർത്ഥ പേര്. പൂർത്തിയാക്കാൻ കഴിയാത്തൊരു പ്രണയത്തിന്റെ മറുവശമായിരുന്നു വത്സല എന്ന ആ സ്ത്രീ. ഇനി വത്സലയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, സമ്പന്നമായിരുന്ന നായർ തറവാട്ടിൽ ജനനം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ പ്രണയം തോന്നിയത് കൂടെ പിടിച്ച ലൂസിഫർ എന്ന ആര്യൻ ക്രിസ്ത്യാനിയോടായിരുന്നു. 8ാം ക്ലാസ്സിൽ ലൂസിഫർ പഠനം നിർത്തി കടലിലേക്ക് പോകാൻ തുടങ്ങി. പരസ്പരം കാണാതെ സംസാരിക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകില്ലെന്ന അവസ്ഥയിൽ എത്തിയിരുന്നു രണ്ടുപേരും. 5 വർഷം നീണ്ട പ്രണയകാവ്യം ഒടുവിൽ വത്സലയുടെ അമ്മാവന്മാർ അറിഞ്ഞപ്പോൾ ലൂസിഫറിനെ ആരും അറിയാതെ കൊന്നുകളയാൻ പദ്ധതിയിട്ടു. ആ ദിവസം സന്ധ്യയ്ക്ക് കടപ്പുറത്ത് ലൂസിഫറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വത്സല. ദീപാരാധന തൊഴുതുവരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു. കടപ്പുറം വിജനമായി തുടങ്ങി. മാനത്തമ്പിളിയും കൂടെ താരങ്ങളും നിറഞ്ഞു തുടങ്ങി. ഈ കാത്തിരിപ്പിനൊരു രസമുണ്ട്, നല്ല സുഖമുണ്ട്. വീട്ടിലെത്താൻ വൈകിയാൽ പക്ഷേ കാണാതിരിക്കാനാവുന്നുമില്ല, വത്സല ആലോചിച്ചു. നിലാവിൻ്റെ ഒരു നിഴൽ പോലെ ലൂസിഫറിന്റെ രൂപം അവൾ കണ്ടു. വത്സലയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഇനി തനിക്ക് ഭയപ്പെടേണ്ട. ലൂസി, അവൾ പതുക്കെ വിളിച്ചു. അവൻ അടുത്തേക്ക് എത്തിയപ്പോഴും അവളുടെ ദേഹത്ത് ചാഞ്ഞു വീണു. എൻ്റെ വത്സലെ, ചതിവ് പറ്റി മോളെ. അയ്യോ ലൂസി, മുഴുവൻ ചോരയാണല്ലോ. അവൾ കരയാൻ തുടങ്ങി. കരയല്ലേ പൊന്നെ, നിന്റെ അമ്മാവന്മാരുടെ ആളുകൾ എന്നെ അന്വേഷിച്ചു വരുന്നുണ്ട്. നമുക്കൊരുമിക്കാൻ പറ്റില്ല വത്സലെ, നീ പൊയ്ക്കോ. വയറിന്റെ നടുവിലായി നല്ല ആഴത്തിലുള്ള മുറിവ്. വത്സല അവളുടെ 2ാം മുണ്ടെടുത്ത് ആ മുറിവിൽ കെട്ടി. ദൂരെ നിന്ന് ആളുകൾ ഓടി വരുന്നു. അവൾ ലൂസിഫറിനെ വള്ളത്തിന്റെ വശത്തേക്ക് ആരും കാണാൻ നീക്കി. ഞാൻ മരിക്കും വത്സലെ. അവളുടെ മടിയിൽ തലവെച്ച് അവൻ പറഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല ലൂസി. ശേഷം അവൾ അവന്റെ ചുണ്ടിൽ ചുംബിച്ചു. മുടിയിലൂടെ വിരലുകൾ കൊണ്ട് പതുക്കെ തലോടി. ലൂസി, ഈ വത്സല എന്ന് നിന്റെ മാത്രമാണ്. എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതേ ലൂസി. അന്വേഷിച്ചു വന്ന ആളുകൾ പരിസരത്തു നിന്നും മറയുന്നതുവരെ അവൾ അനങ്ങിയില്ല. മടിയിൽ കിടക്കുന്ന ലൂസിഫറിന്റെ ജീവൻ അവന് വിട്ടുപോകുന്നത് വത്സല കണ്ടു. നിശ്ചലമായ അവന്റെ കണ്ണുകൾ അവളെ നോക്കി അടയാതെ കിടന്നു. ഒന്നുറക്കെ കരയാൻ ആ നിമിഷത്തിൽ അവൾക്ക് പറ്റിയില്ല. വത്സലയുടെ മനസ്സിന്റെ കണ്ണികൾ ശരീരത്തു നിന്നും വേർവിട്ടു തുടങ്ങിയ ആ നിമിഷം വത്സല അവന്റെ ശരീരത്തെയും വലിച്ച് കടലിലേക്ക് നീങ്ങി. നമുക്ക് പോകാം ലൂസി, നമുക്ക് ഒരുമിച്ച് പോകാം. ആർത്തലച്ചു വരുന്ന തിരയുടെ ശബ്ദത്തിലേക്ക് അവർ ഇറങ്ങി.